My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 87ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ സൈലീഷ്യ എന്ന അധ്യായത്തിൻ്റെ 8ാം ഭാഗമാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇൻ വുമൺ, a prostrated condition of the sexual functions, serous cysts in the vagina, fistulous openings and abscesses about the vulva, which heal with hard nodules or do not heal at all, little oozing fistulae, offensive cheesy discharge, they heal in little nodules and then break out again in the same nidus. Women who are subject to these abscesses. സ്ത്രീകളുടെ ഗൈനിക് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും സൈലീഷ്യ കാണിക്കുന്നുണ്ടോ. സെക്ഷൽ ഫങ്ഷൻസിലൊരു പ്രൊസ്ട്രേറ്റഡ് കണ്ടീഷൻ, സ്ത്രീകളിൽ ഒരു ക്ഷീണിച്ച അവസ്ഥ, ആക്റ്റീവ് ആകാൻ സാധിക്കാത്തൊരവസ്ഥ, വജൈനയിൽ സീറസ് സിസ്റ്റ്, ഫിസ്ചറസ് ഓപ്പണിങ്സ്, വൾവയിലെ ആബ്സസസ് വിച്ച് ഹീൽ വിത്ത് ഹാർട്ട്. ചിലപ്പോൾ അത് കട്ടി നൊഡ്യൂൾസ് ആയിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ കട്ടി നൊഡ്യൂൾസ് ഉണ്ടാവും. ചിലപ്പോൾ ഹീൽ ചെയ്യേയില്ല, അത് പഴുപ്പായിട്ട് നിൽക്കുന്നു. ലിറ്റിൽ ഊസിങ് ഫിസ്റ്റുലെ, ചെറുതായിട്ട് ഊസിങ് ഫിസ്റ്റുലെന്നുണ്ടാകുന്നു. വളരെ ദുർഗന്ധം, ചീസി ഡിസ്ചാർജ്, കട്ടിയുള്ള ചീസ് പോലത്തെ ഡിസ്ചാർജ് ഉണ്ടാകുന്നു. അത് കൊച്ചു കൊച്ചു നൊഡ്യൂൾസായിട്ട് ഹീൽ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൊട്ടിവലിക്കാൻ തുടങ്ങുന്നു. ഒരേ സ്ഥിതിയിൽ ഒരേ ആ സ്ഥലത്ത് തന്നെ വീണ്ടും പൊട്ടിയിരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത്തരം പഴുപ്പുണ്ടാകുന്ന അവസ്ഥയിൽ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. അതിനെ മറ്റ് ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ സൈലീഷ്യ ഹീൽ ചെയ്യും. ബ്ലഡി ഡിസ്ചാർജ് ബിറ്റ്വീൻ ദ പീരിയഡ്സിന് ഇടക്ക് ബ്ലഡി ഡിസ്ചാർജ് വരുന്നു. ഇൻ സൈലീഷ്യ ദർ ഇസ് very easy flow from excitement, and especially when nursing. When the child is put to the breast, a flow of blood starts. പല സ്ത്രീകളിലും ഈ ഒരു പ്രശ്നം ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടിക്ക് മുല കൊടുക്കാനിരിക്കുമ്പോൾ അപ്പോൾ ബ്ലീഡിങ് തുടങ്ങുന്നു. പീരിയഡ്സിനുള്ള ബ്ലീഡിങ് കൂടാതെ പീരിയഡ്സിൻ്റെ ഇടക്ക് ബ്ലീഡിങ് വരുന്നു. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മനോവിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ബ്ലീഡിങ് വരുന്നു. മെൻസസിന് മുമ്പ് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നു. അത് ഈ കുട്ടിയെ പരിചരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ, ചെറിയ കുട്ടികളുള്ള അമ്മമാരിലാണെങ്കിൽ ഇത് വിശേഷിച്ച്, ചെറിയ കുട്ടികളുള്ള അമ്മമാരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അവർക്കല്ലാതെ തന്നെ ഒരുപാട് ചുമതലകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ്. അതിനിടക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നു. എനിക്കറിയാം, എനിക്ക് അകന്ന ബന്ധത്തിൽപ്പെട്ടൊരു പെൺകുട്ടി ഇതേപോലെ പ്രസവശേഷം ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് ആശുപത്രികളിൽ കയറി ഇറങ്ങിയതും അവസാനം ഹോമിയോപ്പതി ചികിത്സയിലൂടെ വളരെ എളുപ്പത്തിൽ സുഖമാകുകയും ചെയ്തു. നോട്ടീസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൽക്കേറിയ ആൻഡ് സൈലീഷ്യ. കൽക്കേറിയ ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ഡ്യൂറിങ് ലാക്ടേഷൻ ബട്ട് നോട്ട് വെൻ ദ ചൈൽഡ് ഈസ് പുട്ട് ടു ദ ബ്രസ്റ്റ്. വളരെ സൂക്ഷ്മമായിട്ടൊരു വ്യത്യാസമാണ് കൽക്കേറിയയും സൈലീഷ്യയും തമ്മിൽ. സൈലീഷ്യയെ സംബന്ധിച്ചോളം കുട്ടിയെ മുല കൊടുക്കാനിങ്ങനെ തുനിയുമ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്. പക്ഷേ കൽക്കേറിയെ സംബന്ധിച്ചോളം ലാക്ടേഷൻ്റെ സമയത്താണ് ബ്ലീഡിങ് വരുന്നത്. വളരെ സൂക്ഷ്മ വ്യത്യാസമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം സിംറ്റംസ് പരിഗണിച്ച് ശ്രദ്ധാപൂർവം ഔഷധം കൊടുത്തില്ലെങ്കിൽ ചികിത്സ ഫലിക്കില്ല. അപ്പോൾ ഹോമിയോപ്പതി ഫലിക്കില്ലെന്നോ അല്ലെങ്കിൽ ഡോക്ടർക്ക് കഴിവില്ലെന്നോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ അശ്രദ്ധയാവാം. സിംറ്റംസ് എടുക്കുന്നതിൽ, ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ സൂക്ഷ്മത കുറവ് അല്ലെങ്കിൽ ജാഗ്രത കുറവ്. പേഷ്യൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണമെന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കണം. വളരെ സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതിക്ക് ഔഷധം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഹീലിംഗ് ഉണ്ടാകുകയും ചെയ്യും. സിലീഷ്യ ക്യൂവേഴ്സ് ഹൈഡ്രോസാൽഫിങ്സ് ആൻഡ് ഫയോസാൽഫിങ്സ് വിത്ത് കോപ്പിയസ് വാട്ടറി ഡിസ്ചാർജ് ഫ്രം ദ യൂട്രസ്. അപ്പോൾ ഫാലോപ്പിയൻ ട്യൂബുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ,
അത് ഫലോപ്പിൻ ട്യൂബ് ക്ലോസ്ഡ് ആവുന്ന അവസ്ഥ, ട്യൂബിൽ പസ് എന്ന് പറയുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥകളിലൊക്കെ കോപ്പിയസ് വാട്ടറി ഡിസ്ചാർജ്, യൂട്രസിൽ നിന്ന് വളരെ അധികം ധാരാളമായി വാട്ടറി ഡിസ്ചാർജ് ഉണ്ടാകുന്നു. ട്യൂബ് അടഞ്ഞിട്ടോ അവിടെ പഴുപ്പ് വന്ന് നിറഞ്ഞിട്ടോ ഈ അവസ്ഥകൾ സൈനീഷ്യ ഹീൽ ചെയ്യും. സംടൈംസ് എ വുമൺ ഹാസ് എ ലംബ് ഓൺ വൺ ഓർ ദ അതർ സൈഡ് ഓഫ് ദ യൂട്രസ് which steadily increases, and all at once there is a flooding of watery, bloody, purulent fluids, and the lump disappears, soon to fill up again and empty in the same way in a gushing flow. ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയാണ്. എങ്ങനെയാണ്? യൂട്രസിൻ്റെ ഗർഭാത്രത്തിൻ്റെ ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് ഒരു ലംബ് പ്രത്യക്ഷപ്പെടുന്നു. അത് സ്റ്റഡിയായിട്ട് അതിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും പെട്ടെന്ന് പൊട്ടിയൊലിച്ച് വാട്ടറി ഡിസ്ചാർജ് യൂട്രസിൽ നിന്നുണ്ടാകുന്നു. അപ്പോഴേക്കും ഈ ലംബ് അപ്രത്യക്ഷമാകുന്നു. കുറേ കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നു. ഇത് ആവർത്തിക്കുന്നു. ഇത്രത്തോളം ആ രോഗിയായിട്ട് ബുദ്ധിമുട്ടിക്കും. ആശുപത്രിയിൽ പോകുന്നു, സർജറി, പരിശോധനകൾ. പക്ഷേ കൃത്യമായിട്ട് ലക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് ഹീൽ ചെയ്യാൻ പറ്റും. സച്ച് ആർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഹൈഡ്രോസാൽഫിങ്സ് ആൻഡ് ഫയോസാൽഫിങ്സ്. ഈ രണ്ടവസ്ഥകളുടെയും മാനിഫെസ്റ്റേഷനാണത്. ഈ ഒരു അവസ്ഥയിൽ സൈനീഷ്യ ഹീൽ ചെയ്യും. എൻ്റയർ ആബ്സൻസ് ഓഫ് ദ മെൻസസ് ഫോർ മന്ത്സ്, അമിനോറിയ. ഇനി മാസങ്ങളോളം ആർത്തവം ഇല്ലാതാവുന്നൊരവസ്ഥ. അതിൻ്റെ പിന്നിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ആ ഒരു അവസ്ഥ മറ്റ് സിംറ്റംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ സൈനീഷ്യ ഹീൽ ചെയ്യും. സീറസ് സിസ് ഇൻ ദ വജീന ആസ് ലാർജ് ആസ് എ പീ or an orange, projecting from the vagina or projecting upwards and flattened out in conformation with it. അപ്പോൾ വജൈനിൽ ചെറിയൊരു പീയുടെ ഒരു നിലക്കടലയുടെയോ അല്ലെങ്കിൽ ഈവനൊരു ഓറഞ്ചിൻ്റെയോ വലുപ്പത്തിൽ പീ ഉണ്ടായിട്ട് അത് ഈ സിസ്റ്റ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. പ്രൊജക്റ്റിന് അപ്വേർഡ് ആൻഡ് ഫ്ലാറ്റൻഡ് ഔട്ട്, പുറത്തേക്ക് വന്ന് മുകളിലേക്ക് പൊന്തിയ തരത്തിൽ വന്ന് നിൽക്കുന്നു. ഈ ഒരു അവസ്ഥ ഞാൻ സൈനീഷ്യ വായിക്കുന്നതിനൊക്കെ മുൻപാണ്. ഈ ലെക്ചേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ BSc പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ അയൽവക്കത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരുപാട് ചെറുപ്പം മുതലേ ഒരുപാട് പ്രശ്നങ്ങളാണ്. അന്ന് അവർക്കൊരു 50 വയസ്സിന് മേലുണ്ട്. ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അവരെ ബാബുചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി അവരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്നൊരവസ്ഥയിലായിരുന്നു. എന്ത് ചികിത്സയ്ക്കും അവർ തയ്യാറായിരുന്നു. കാരണം അത്രയ്ക്ക് പണച്ചെലവ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ കേസെടുത്തു. ഏത് ഔഷധമെന്ന് അറിഞ്ഞുകൂടാ, ഒരു 3 മാസത്തെ ചികിത്സ കൊണ്ട് അവർ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. അവർക്ക് പുറത്തേക്ക് നടക്കാനോ ജോലി ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സുഖപ്പെട്ടു പോയി അവർ. അപ്പോൾ ചിലപ്പോൾ സൈനീഷ്യ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധമാകാം. അപ്പോൾ ഇത്തരം സ്ത്രീകളെയും മറ്റുമൊക്കെ എത്രയോ ബുദ്ധിമുട്ടിക്കുന്ന ലക്ഷണമാണ് ഈ പറയുന്നത്. ശരിയായ രീതിയിൽ നമ്മൾ മെറ്റീരിയൽ വേണ്ടിക്ക് പഠിക്കുകയും കേസ് സ്റ്റഡി ചെയ്യുകയും സൂക്ഷ്മമായിട്ട് സിംറ്റംസ് മനസ്സിലാക്കി സിമിലവും കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ വളരെ സുഖമായിട്ട് മാറിപ്പോകും. ഹോമിയോപ്പതി ഡോക്ടർമാരെ വളരെയധികം പോപ്പുലറാക്കുന്ന ചികിത്സയുടെ മേഖലയാണ് ഈ സ്ത്രീ രോഗങ്ങൾ, കുട്ടികളുടെ രോഗങ്ങളൊക്കെ. ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സീറസ് സിസ് ഇൻ ദ വജീന, മെനി ലിറ്റിൽ സിസ് ലൈക്ക് ഹിക്കറി നട്ട്സ് ഗ്രൂപ്പ് ടുഗദർ. ഹിക്കറി നട്ട്സ് എന്ന് വെച്ചാൽ 2 ഇഞ്ചോ മറ്റോ ഒക്കെ വലിപ്പമുള്ള കായ്ക്കളാണ്. ഇത് ഒന്നിലധികമോ ഒരു കൊല പോലെ വന്ന് ഇരിക്കാം, പുറത്തേക്ക് ചിലപ്പോൾ തള്ളി വന്നിരിക്കും. ഇതൊക്കെ സൈനീഷ്യ ഹീൽ ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ടുഗദർ, ഒരു മുന്തിരിക്കൊല പോലെ, വലിയ മുന്തിരികളുടെ ഒരു കൊല പോലെ. റോഡോഡെൻഡ്രോൺ ആൻഡ് സൈനീഷ്യ ഹാവ് ക്യൂർഡ് ദീസ് ഈവൻ വെൻ ദർ ഇസ് എ പോസിറ്റീവ് ഓഫ് അതർ സിംറ്റംസ്. ഉണ്ടോ? റോഡോഡെൻഡ്രോൺ, സൈനീഷ്യ, ഈ ഒരു അവസ്ഥ നമുക്ക് മറ്റ് സിംറ്റംസ് ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ സിംറ്റംസ് കിട്ടാത്തൊരവസ്ഥ, സിംറ്റംസ് എലിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഈ ഒരു സിംറ്റം മാത്രമേ ഉള്ളൂ. ഈ മുന്തിരിക്കൊല പോലെ, വലിയ മുന്തിരിക്കയുടെ കൊല പോലെ, അല്ലെങ്കിൽ ഒരു കായയുടെ വലുപ്പത്തിലോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്നുകിൽ സൈനീഷ്യ അല്ലെങ്കിൽ റോഡോഡെൻഡ്രോൺ
രണ്ടിലൊന്നെന്നുള്ളൊരു അത്രയ്ക്ക് ഷുവറാണ് കെന്റ് പറയുന്നത്. ഇനിയൊരു പ്രൂവറെ കോട്ടിയിരിക്കുകയാണ്. ലൂക്കറിയ പ്രൊഫ്യൂസ് ആക്രിഡ് കൊറോഡിങ് മിൽക്കി proceeded by cutting around the navel, causing biting pain, especially after acrid foods, during urination, in gushes with cancer of the uterus. ഉണ്ടോ, യൂട്രസിലെ ക്യാൻസറുമായിട്ട് പോലും ബന്ധപ്പെട്ട് വരാവുന്ന പ്രശ്നം എന്തൊക്കെയാ? ലുക്കോറിയ, നമ്മുടെ വെള്ളപോക്ക്, സ്ത്രീകൾ ഒത്തിരി പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം. വളരെ പ്രൊഫ്യൂസാണ്, ആക്രിഡാണ്, കൊറോഡിങ് ആണ്. ഇപ്പോൾ അണ്ടർ ഗാർമെൻസിനെയൊക്കെ അത് ദ്രവിപ്പിച്ച് കളയും. ആസിഡ് കണ്ടന്റ് ഉണ്ടായതുകൊണ്ടായിരിക്കണം, ദ്രവിച്ചു പോകും. പ്രൊസീഡഡ് ബൈ, അതിന് മുൻപ്, ഈ ഒരു ലിക്വറിക്ക് മുൻപ് ഈ പൊക്കിളിൻ്റെ ഭാഗത്ത് കട്ടിങ് പെയിൻ, ബൈറ്റിംഗ് പെയിന്, വിശേഷം ആക്രിഡ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് വരുന്നു. ഡ്യൂറിങ് യൂറിനേഷൻ, ഒഴുക്കുന്നതിൻ്റെ ഒപ്പം ഇത് വരുന്നു. ഗഷസ്, ഇങ്ങനെ കുത്തി ഒലിക്കുന്ന പോലെ വല്ലാതെ ഭയപ്പെടുത്തുന്ന മാതിരി വരുന്നു. അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാകാം. ഇനി ഹാർഡ് ലംസ് ഇൻ ദ മമ്മയിൽ മാമറി ഗ്ലാൻസിൽ കല്ലിപ്പ്, ഹാർഡ് ഗ്ലാൻസ്, ഇതൊക്കെ ഒരു പ്രൂവർ പറഞ്ഞിരിക്കുന്ന എത്രയോ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ. ഈ മാമയിലുള്ള പ്രശ്നങ്ങൾ, മെമ്മറി ഗ്ലാൻസിലുള്ള കല്ലിപ്പുകൾ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുടെ അവരുടെ ഭാര്യമാർ, സഹോദരിമാർ, അമ്മമാരുടെയൊക്കെ കേസുകൾ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചിലപ്പോൾ സർജറി ചെയ്യാൻ പോകുന്നതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വളരെ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ഹോമിയോപാത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ആരുടെ കേസിൽ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടില്ല. മാമറി ഗ്ലാൻസിൽ കല്ലിപ്പുണ്ട്, നൊഡ്യൂൾസ് ഉണ്ടായിട്ട്. ഈവൻ ബയോകെമിക്ക് കൊണ്ട് പോലും, അത് കൂടുതലും ബയോകെമിക്ക് കൊണ്ടാണ്. നമ്മൾ ആ ബയോകെമിക് തെറാപ്പിയുടെ പുസ്തകത്തിൻ്റെ സീരീസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഒത്തിരി പേർക്ക് ഒരു കേസിൽ പോലും ഫെയിലിയർ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഷുവറാണത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് നേരത്തെ അറിയാതെ പോയ കേസിൽ സർജറി ചെയ്യുകയും പിന്നീട് റേഡിയേഷൻ, കീമോതെറാപ്പിയൊക്കെ ചെയ്ത് വളരെ ദയനീയമായ അവസ്ഥയിൽ മരിച്ചു പോവുകയും ചെയ്ത ചില അവസ്ഥകളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഹോമിയോപാത്തിനെ ഹീൽ ചെയ്യാവുന്നതാണ് ഈ സ്ത്രീകളുണ്ടാകുന്ന ക്യാൻസറായിട്ട് മാറാവുന്ന പ്രശ്നങ്ങൾ. ഈവൻ ക്യാൻസറസ് ആണെങ്കിൽ പോലും അത് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, വേറെ സിംറ്റംസിൻ്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇൻക്യൂറബിൾ കേസാണെന്ന് അർത്ഥം. സിംറ്റംസിൻ്റെ പോസിറ്റീവ്. അപ്പോൾ അപ്പോഴും റോഡോഡെൻഡ്രോണും സൈരീഷയും അതിനെ മാനേജ് ചെയ്യുമെന്നാണ് കെന്റ് പറയുന്നത്. കണ്ടോ, എത്രത്തോളം പവർഫുള്ളാണ് നമ്മുടെ ഔഷധങ്ങൾ. അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രയോഗിക്കണം. ത്രട്ടൻഡ് ആക്സസ് ഇൻ ദ ബ്രസ്റ്റ്. ഉണ്ടോ, ബ്രസ്റ്റിൽ പഴുപ്പുണ്ടാകാൻ പോകുന്നു. ക്യാൻസറസ് ആകാം, പഴുപ്പുണ്ടാകാൻ പോകുന്നു, അല്ലാതെയും വരാം. ബ്രസ്റ്റിൽ ക്യാൻസറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില ലെക്ചറിൻ്റെ ഭാഗത്ത്. ഒത്തിരി ചികിത്സകൾ ചെയ്ത് സർജറിയും കഴിഞ്ഞ് അവസാനം നിരാശപ്പെട്ടിരിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഹോമിയോപ്പതി ഔഷധം കൊണ്ട് മാറിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ബ്രസ്റ്റിൽ പഴുപ്പിൻ്റെ ഒരു ഭീഷണി. ഇത് റെമഡി ഈസ് ഗിവൺ ഇൻ ടൈം അബൌട്ട് ദ എൻറ്റയർ ട്രബിൾ. ഉണ്ടോ? സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ മൊത്തം അബോർട്ട് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയും. സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പസ് ഡെവലപ്പ് ചെയ്തൊരു സ്റ്റേജിന് ശേഷമാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. എങ്കിലും അങ്ങനെ ഡെവലപ്പ് ചെയ്ത അവസ്ഥയിലും സുഖപ്പെട്ടു പോയതിൻ്റെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. Where the remedy has come too late and supervision is inevitable, സൈരീഷ്യ comes in for its share. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ ലേറ്റായി പോയി, ആക്സസ് ഡെവലപ്പ് ചെയ്തു, അപ്പോൾ സൈരീഷ്യ കടന്നു വരും, അതിൻ്റേതായ പങ്ക് നിർവഹിക്കും. അതിൻ്റേതായ പങ്ക് നിർവഹിക്കുന്നത് വെച്ചാൽ ഭൂരിപക്ഷം കേസിലും ഹീൽ ചെയ്യുന്നത് തന്നെയാണ് അർത്ഥം. There may be throbbing, tenderness and weight, yet the remedy controls the pain, hastens the conclusion, and opening comes naturally, discharges little and closes at once. അപ്പോൾ എന്താ, അവിടെ ത്രോബിങ് പെയിൻസ് ഉണ്ടാകാം, ടെൻഡർനെസ് ഉണ്ടാകാം, വെയിറ്റ് വല്ലാതെ ഭാരം തോന്നിക്കുന്ന അവസ്ഥയുണ്ടാകാം. ഈ ഒരു അവസ്ഥയിൽ ആയാൽ പോലും ഈ റെമഡി സൈരീഷ്യ ആ പെയിനെ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ കൺക്ലൂഷനെ, അതിൻ്റെ ഹീലിങ്ങിനെ വേഗത്തിലാക്കുന്നു. ഓപ്പണിംഗ് കംസ് നാച്ചുറലി, അത് പുറത്തേക്ക് പോകാനുള്ളൊരു വെൻറ്റ്, ഒരു പരുവം എന്തെങ്കിലും ഒന്ന് പൊട്ടി പഴുപ്പ് തനിയെ പോകാനുള്ളൊരു പ്രവണത അത് വേഗത്തിലുണ്ടാകുന്നു. അത് വളരെ ചുരുങ്ങിയ ഡിസ്ചാർജ് കൊണ്ട് മാത്രം
അത് ഹീൽ ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. ഉണ്ടോ? ഇത്ര നാച്ചുറലായിട്ട് ഒരു സർജൻ്റെ ജോലി സൈലീഷ്യ ചെയ്യുന്നു. ഹോമിയോപ്പതിയിലെ സർജൻ്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ഔഷധമാണ് സൈലീഷ്യ. അത് നമ്മൾ ശരിക്കും പഠിച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രാക്ടീസിലൊക്കെ അത് നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ഔഷധമാണ് സൈലീഷ്യ. ദർ ഇസ് ടു മച്ച് ബ്ലഡ് ഇൻ ദ പാർട്ട് ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ പോൾട്ടീസ് ഇൻക്രീസ് ദ ട്രബിൾ. It causes an increased determination of blood into the part, and if suppuration takes place, it causes more breaking down of the tissue. ഇതിനെ അലോപ്പതിക് രീതിയിലാണ് മാനേജ് ചെയ്യാൻ നോക്കുന്നത്. പഴയ അവസ്ഥയെ പറയും, പണ്ടൊക്കെ പോൾട്ടീസ് ഇടും. പോൾട്ടീസ് ഇടുമ്പോഴേക്കും അവിടെ ബ്ലഡിൻ്റെ ഡിറ്റർമിനേഷൻ ഉണ്ടാകുന്നു, ഒരുപാട് ബുദ്ധിമുട്ടാകുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിലേക്കാണെങ്കിൽ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ സർജറി ചെയ്യും. എങ്ങനെയായാലും അത് പേഷ്യൻറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ചും ഒരു ചെറിയ മുല കുടിക്കുന്ന കുട്ടിയെക്കൊള്ളാണെങ്കിൽ ആ കുട്ടിയുടെ ആരോഗ്യത്തെയും ബാധിക്കും. ഇതൊന്നുമില്ലാതെ ഒരു ഹോമിയോപാത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ആ ഹോമിയോപാത്ത് ശരിയായ രീതിയിൽ കേസ് സ്റ്റഡി ചെയ്ത് ഉചിതമായ സൈലീഷ്യ പോലുള്ള ഔഷധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗം സുഖപ്പെടുത്താനും ആ അമ്മയെയും കുട്ടിയെയും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹോമിയോപ്പതി പഴഞ്ചനാണ്, ഇതിലൊക്കെ പോൾട്ടീസിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറയുന്നത് വിമർശനങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരർത്ഥവുമില്ല. മോഡേൺ മെഡിസിൻ്റെ ടൂൾസ് ആണെങ്കിൽ പോലും അത് പേഷ്യൻ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ അന്നും ഇന്നും എൻ്റെ പറയുന്ന കാലത്താണെങ്കിലും നൂറ്റാണ്ടിന് ശേഷം ഇന്നാണെങ്കിൽ പോലും വളരെ സൗമ്യമായി വളരെ ചുരുങ്ങിയ ചിലവിൽ ആ രോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കും, യാതൊരു ആഫ്റ്റർ എഫക്ട്സും ഇല്ലാതെ. ഇൻസ്റ്റെഡ് ഓഫ് എ തിമ്പിൾ ഫുൾ ഓഫ് പസ് യു വിൽ ഹാവ് കഫുൾ ഫോർ ഡേയ്സ് ആൻഡ് ഹാഫ് ഓഫ് ദ ഗ്ലാൻഡ് ഈസ് ഡിസ്ട്രോയിഡ്. ഇനി ഈ സൈലീഷ്യ പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു പഴുപ്പൊരു ശകലം, ഒരു തിൻഫുൾ, ഒരു ടീസ്പൂണോ മറ്റൊക്കെ പസ്സേ പോവുള്ളൂ. അല്ലെങ്കിലോ കപ്പ് കണക്കിന് പസ് പോവുകയും ഈ മെമ്മറി ഗ്ലാൻഡ് തന്നെ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള വരും. പക്ഷേ സൈലീഷ്യ കാര്യത്തിൽ ഗ്ലാൻഡ് നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുകയില്ല സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ. വുമൺ ഹു ആർ സോ വീക്ക് ദ ടെൻ ടു അബോർട്ട് ഓർ നോ കൺസെപ്ഷൻ ടേക്ക് പ്ലേസ്. ഈ വളരെ വീക്കായ സ്ത്രീകൾ, പല പല പ്രശ്നങ്ങളുകൊണ്ട് വളരെ ദുർബലരായ സ്ത്രീകളില്ലേ, അവർ ചിലപ്പോൾ ഗർഭം ധരിച്ചെന്ന് വരില്ല. ഗർഭം ധരിച്ചാൽ തന്നെ അബോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത്തരം ഒരവസ്ഥയിൽ, ഒരു വളരെ വീക്കായിട്ടൊരു അവസ്ഥയിൽ നമ്മൾ സൈലീഷ്യയെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. സൈലീഷ്യ അവരുടെ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യും. അവർക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികൾക്ക് ജന്മം കൊടുത്ത് നല്ല ആരോഗ്യമുള്ള അമ്മമാരായി മാറാൻ അവർക്ക് സാധിക്കും. ഇറ്റ് ഗ്രോസ് അപ്പ് സിക്ലി ആയിട്ടുള്ള ഒരു എപ്പോഴും രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ വളർത്തിയെടുക്കാൻ, ആരോഗ്യവതിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. കേട്ടോ, ഇത്രത്തോളം മഹത്തായ ഒരു ഔഷധമാണ്. ആരോഗ്യമില്ലാത്ത സ്ത്രീ പുരുഷന്മാരെ, ആരോഗ്യമുള്ളവരെ വളർത്തിയെടുക്കാൻ, വിശേഷിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ സാധിക്കും. ഇറ്റ് ഗ്രോസ് അപ്പ് സിക്ലി, കനോട്ട് ടോളറേറ്റ് ഇറ്റ്സ് മദേഴ്സ് മിൽക്ക് ഓർ ഇൻഡീഡ് എനി കൈൻഡ് ഓഫ് ഫുഡ്, വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. ഉണ്ടോ, ജനിച്ചപ്പോൾ തന്നെ ആരോഗ്യമില്ലാത്ത, നമ്മൾ ഗ്രഹണം പിടിച്ച കുട്ടികളെന്നൊക്കെ പറയില്ലേ, ആരോഗ്യമില്ലാത്ത കുട്ടി, അമ്മയുടെ മുലപ്പാലൊന്നും പറ്റുന്നില്ല, മറ്റൊരു തരം ആർട്ടിഫിഷ്യൽ ഫുഡും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുത്ത്, ആരോഗ്യമുള്ളവരായി വളർത്തിയെടുത്ത് അതൊരു ഹെൽത്തി ഇൻഡിവിജ്വലാക്കാൻ സൈലീഷ്യക്ക് ഹെൽപ്പുണ്ട്. നോക്കൂ, അതർവൈസ് ആകെ ദുരിതം പിടിച്ചതായി പോകുമായിരുന്ന ഒരു ജന്മത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ സമയത്ത്, ഒരു ജനിച്ച ഉടനെയുള്ള ഒരു ശിശുവായിരിക്കുന്ന സമയത്ത്, ശൈശവപ്രായത്തിൽ തന്നെ, ആദ്യ മാസങ്ങളിൽ തന്നെ അത് സുഖപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലായിട്ട് വളർന്നു വന്നേനെ. അത്രത്തോളം മഹത്തായ ഒരു ഔഷധമാണ് സൈലീഷ്യ. ഓരോ വരി നമ്മൾ വായിച്ചു തീരുന്തോറും സൈലീഷ്യയുടെ കൂടുതൽ മഹത്വം നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വോമിറ്റിങ്ങും ഡയറിയൊക്കെ ആയിട്ട് ആ ആരോഗ്യം നശിച്ചു പോകുന്ന കുട്ടിയെ രക്ഷപ്പെടാൻ പറ്റും. എ ഹെൽത്തി ചൈൽഡ് വിൽ ഡൈജസ്റ്റ് ഈവൻ അൺവോൾസം മിൽക്ക്. ഉണ്ടോ, ആ കുട്ടി ഹെൽത്തി ആയിരുന്നെങ്കിൽ, ഒരു പൂർണ്ണതയില്ലാത്ത ഒരു ബ്രസ്റ്റ് മിൽക്കാണ് കിട്ടുന്നതെങ്കിൽ പോലും, ഇത്തിരിയൊക്കെ കുഴപ്പമുള്ളൊരു മിൽക്കാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിനെ ഡൈജസ്റ്റ് ചെയ്യുകയും അത് കുട്ടി സുഖപ്പെട്ട് വരികയും ചെയ്യുമായിരുന്നു. ഉണ്ടോ, അപ്പോൾ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം.
അപ്പം അതിന് സൈലീഷ് സഹായിക്കും. കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാക്കാനും അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാക്കാനും. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് സൈലീഷ്യ. അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ പ്രാക്ടീസിൽ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ഒത്തിരി സ്ത്രീകളെയും അമ്മമാരെയും കുട്ടികളെയും സുഖപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ അടുത്ത ഒരു എപ്പിസോഡുകൂടി ഈ സൈലീഷ്യ അവസാനിക്കും. അവിടെയും ഇത്തരം ധാരാളം വിലപ്പെട്ട അറിവുകളുണ്ട്. സൈലീഷ്യയുടെ ഓരോ വരിയും, സൈലീഷ്യയെക്കുറിച്ച് ഈ ലെക്ചറിലെ ഓരോ വരിയും വളരെ അമൂല്യമായിട്ടുള്ള അറിവുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.